യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ്. 2000 യഹൂദന്മാരെ കൊന്നത് മുഴുവൻ ക്രിസ്ത്യാനിയാണ്. ഫെർണാണ്ടോ ഡിസവല്ല 2 ലക്ഷം യഹൂദന്മാരെ കൊന്നു. നെപ്പോളിയന്റെ കാലത്ത് 4 ലക്ഷം പേരെ കൊന്നു. ഹിറ്റ്ലറുടെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു. 2000 കൊല്ലം ഈ യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കിയത് യഹൂദന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ കൊല ചെയ്തുകൊണ്ടേയിരുന്നു. ഏറ്റവും കൂടുതൽ ജൂസിനെ കൊന്നത് ക്രിസ്ത്യാനികൾ. 1.5 കോടി യഹൂദന്മാരെ കൊന്നവർക്ക് ക്രിസ്ത്യാനികൾ. ഹോളോകോസ്റ്റ് ആണ് സാർ ഈ പറയുന്നത്. ഹോളോകോസ്റ്റിൽ 60 ലക്ഷം. ഹിറ്റ്ലർ ഒരു കത്തോലിക്കനായിരുന്നു. നെപ്പോളിയൻ കത്തോലിക്കനായിരുന്നു. ഫെർണാണ്ടോ ഡിസവല്ല കത്തോലിക്കനായിരുന്നു. അവർ 3 കൂടെ മാത്രം കൊന്നൊടുക്കിയിട്ടുള്ളത് 1 കോടിയുടെ അടുത്താണ്. അമേരിക്കക്കാർ വന്ന് ഇറാഖിൽ ബോംബിട്ട് 10 ലക്ഷം പേരെ കൊന്നു. അത് പീസ് കീപ്പിംഗ്. ഇറാഖികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ചൊരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസം. അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ചെന്ന് അവിടെ ഒരു 25 ലക്ഷം പേരെ കൊന്നു. 1 അഫ്ഗാൻ സ്ത്രീ വിധവ സ്ത്രീയാണ്, ഭർത്താവ് കൊല്ലപ്പെട്ടതാണ്. അത് നേഷൻ ബിൽഡിംഗ്. അഫ്ഗാനികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ച് ബോംബ് പൊട്ടിച്ചാൽ ടെററിസം. ഹിരോഷിമയിലും നാഗാസാക്കിയിലും ക്രിസ്ത്യാനി ബോംബിട്ട് 2 ലക്ഷം പേരെ ബന്ധം കരിച്ച്. അപ്പൊ ഹിരോഷിമയിൽ ബോംബിട്ടത് ക്രിസ്ത്യാനിയല്ല, അമേരിക്കക്കാരൻ. ഏതാ? അപ്പോൾ രാജ്യത്തിന്റെ പേര് പറയും. ബോംബിട്ടത് ക്രിസ്ത്യാനി എന്ന് പറയത്തില്ല. ഇവിടെയാണ് ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. ഈ പ്രൊപ്പഗണ്ട വെച്ചിട്ടാണ് ജനത്തെ സെപ്പറേറ്റ് ചെയ്യുന്നത്.